أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من ذا الذي يقرض الله قرضا حسنا فيضاعفه له أضعافا كثيرة والله يقبض ويبسط وإليه ترجعون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ ഇപ്പോൾ ശ്രവിച്ച ഖുർആനിക വചനത്തിൻ്റെ അർത്ഥം, അള്ളാഹുവിന് നല്ല കടം നൽകുന്നവനാരുണ്ട്? അങ്ങനെ നൽകുന്നതായാൽ അവന് അതിനെ ധനത്തെ അനേകമിരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കും. അള്ളാഹു ധനം വാങ്ങുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അവനിലേക്ക് തന്നെയാണ് നിങ്ങളുടെ മടക്കം. സൂറത്തുൽ ബഖറയിലെ 246 ആയത്തും അതിൻ്റെ അർത്ഥവുമാണ് കേട്ടത്. ഈ ആയത്തിന് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു നൽകിയ വിശദീകരണം തഫ്സീറെ കബീറിൽ നിന്ന് കേൾപ്പിച്ചു വരികയാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ദർസിൽ കേൾപ്പിക്കുക. ഹുസൂർ തുടർന്ന് പറയുന്നു, മൻസല്ലദി യുഖ്രിദുല്ലാഹു ഖർളൻ ഹസന എന്നത് ബാഹ്യമായൊരു ചോദ്യമാണെങ്കിലും അതിൻ്റെ ലക്ഷ്യം ജനങ്ങളെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. അതായത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാൻ ആരെങ്കിലും ഉണ്ടോ എങ്കിൽ അള്ളാഹു അവൻ്റെ ധനം വർദ്ധിപ്പിക്കുകയും അവനെ തൻ്റെ സാമീപ്യത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഈ ആയത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. നിങ്ങൾ അള്ളാഹുവിൻ്റെ ദാസന്മാർക്ക് ഉത്തമമായ കടം നൽകുക എന്നത്. അതായത്, അള്ളാഹുവിൻ്റെ ദാസന്മാരോട് നല്ല രീതിയിൽ പെരുമാറുക, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്യുക. കാരണം അള്ളാഹുവിന് ആരും ഒന്നും നേരിട്ട് കൊടുക്കേണ്ടതില്ല, മറിച്ച് അവൻ്റെ ദാസന്മാർക്കാണ് നൽകേണ്ടത്. ചിലപ്പോൾ ദാസന്മാർക്ക് നൽകുന്നതിനെ ദൈവത്തിന് നൽകുന്നതായി വിശേഷിപ്പിക്കാറുണ്ട്. ഹദീസുകളിൽ വന്നതുപോലെ അന്ത്യദിനത്തിൽ അള്ളാഹു ചിലരോട് പറയും, ഹേ ആദമിൻ്റെ സന്തതികളെ, ഞാൻ രോഗിയായി, എന്നാൽ നീ എന്നെ സന്ദർശിച്ചില്ല. ഞാൻ വിശന്നു വലഞ്ഞു, ആഹാരം ചോദിച്ചു, എന്നാൽ നീ എനിക്ക് ആഹാരം തന്നില്ല. ഞാൻ ദാഹിച്ചു വലഞ്ഞു, നിന്നോട് വെള്ളം ചോദിച്ചു, എന്നാൽ നീ എനിക്ക് വെള്ളം തന്നില്ല. അപ്പോൾ ആ ദാസൻ ദൈവത്തോട് ചോദിക്കും, എൻ്റെ നാഥാ, നീ എപ്പോഴാണ് രോഗിയായത്? ഞാൻ നിന്നെ സന്ദർശിക്കാതിരിക്കാൻ? നീ എപ്പോഴാണ് എന്നോട് വെള്ളം ചോദിച്ചത്? ഞാൻ നിനക്ക് വെള്ളം തരാതിരിക്കാൻ? നീ എപ്പോഴാണ് എന്നോട് ആഹാരം ചോദിച്ചത്? ഞാൻ നിനക്ക് തരാതിരിക്കാൻ? അപ്പോൾ അള്ളാഹു അരുൾ ചെയ്യും, എൻ്റെ ഇന്ന ദാസൻ രോഗിയായിരുന്നു, എന്നാൽ നീ അവനെ സന്ദർശിച്ചില്ല. എൻ്റെ ഇന്ന ദാസൻ നിന്നോട് ആഹാരം ചോദിച്ചു, എന്നാൽ നീ അവന് ആഹാരം നൽകിയില്ല. എൻ്റെ ഇന്ന ദാസൻ നിന്നോട് വെള്ളം ചോദിച്ചു, എന്നാൽ നീ അവന് വെള്ളം നൽകിയില്ല. സ്വഹീഹ് മുസ്ലിം. അതിനാൽ ദൈവത്തിന് കടം കൊടുക്കുക എന്നതിൻ്റെ ഒരർത്ഥം അവൻ്റെ ദാസന്മാരോട് നന്മ ചെയ്യുക എന്നതും അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കാൻ സഹായിക്കുക എന്നതുമാണ്. ക്രിസ്തുമതസ്ഥർ ഈ ഹദീസിനെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ വാക്കുകൾ ബൈബിളിലും വന്നിട്ടുണ്ട്. ബൈബിളിൽ മത്തായി 25:34 മുതൽ 40 വരെയുള്ള വചനങ്ങൾ ഹുസൂർ പരാമർശിച്ചതിന് ശേഷം തുടർന്ന് ഹുസൂർ പറയുന്നു, സുവിശേഷത്തിലെ ഈ പരാമർശനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ചിലപ്പോൾ ദാസന്മാർക്ക് നൽകുന്നതിനെ ദൈവത്തിന് നൽകുന്നതായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് എന്നാണ്. അതിനാൽ മൻസല്ലദി യുഖ്രിദുല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൻസല്ലദി യുഖ്രിദു ഇബാദല്ലാഹ് എന്നതാണ്. അതായത് ഇവിടെ ഇബാദല്ലാഹ് എന്ന പദം മറഞ്ഞിരിക്കുന്നു. ഇതിന് തൊട്ടുമുമ്പ് വഖാതിലു ഫീ സബീലില്ലാഹ് എന്ന ആയത്തിലൂടെ ജിഹാദിന് കൽപ്പന നൽകിയിട്ടുള്ളതിനാൽ ഇതിൻ്റെ അർത്ഥം ഇതാണ്. യുദ്ധകാലങ്ങളിൽ ചിലർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കും. അപ്പോൾ അവർക്ക് കടം നൽകി അവരുടെ അവസ്ഥ പരിഹരിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്.
ഈ കടം നിങ്ങൾക്ക് ദൈവത്തിന് നൽകുന്നത് പോലെയാണ്. ഓർക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ധാന്യമണി ആണെങ്കിൽ പോലും അത് ചെലവഴിക്കുന്ന വ്യക്തിക്ക് അള്ളാഹു അത് വർദ്ധിപ്പിച്ചു നൽകും. ആരും പ്രതീക്ഷിക്കാത്തത്ര വലിയ തോതിൽ അതിനെ അവന് വർദ്ധിപ്പിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ നോക്കൂ. അദ്ദേഹം തൻ്റെ ഒരു മകനെ ദൈവത്തിനായി ത്യാഗം ചെയ്യാൻ തയ്യാറായി. അതിന് പകരമായി അള്ളാഹു അദ്ദേഹത്തിന് ആകാശത്തിലെ നക്ഷത്രങ്ങളെന്ന പോലെ എണ്ണമറ്റ സന്താനങ്ങൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തു. അതുപോലെ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ദൈവത്തിനായി വരണ്ടുണങ്ങിയ ഒരു മരുഭൂമിയിൽ താമസിക്കാൻ തയ്യാറായി. അതിന് പകരമായി മുൻപും പിൻപും മുൻഗാമികളെയും പിൻഗാമികളെയും എല്ലാവരുടെയും നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ ജനിക്കുകയും എന്ന പദവി അദ്ദേഹത്തിന് ലഭിച്ചു. അതിനാൽ അള്ളാഹു അരുൾ ചെയ്യുന്നു, നിങ്ങളുടെ ത്യാഗങ്ങൾ വെറുതെയാകുമെന്ന് നിങ്ങൾ കരുതരുത്. അതിനു പകരമായി അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലം നിങ്ങൾ ചിന്തിക്കുന്നതിന് ഉപരിയായിക്കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. ഫയുലായിഫ ലഹു അളാഫൻ കസീറ, അവൻ അനേകം മടങ്ങുകളായി അത് വർദ്ധിപ്പിച്ചു കൊടുക്കും. ഇവിടെ എങ്ങനെയാണ് അളാഫൻ എന്ന് വരിക? ഇവിടെ വരണമായിരുന്നത് ദിആഫൻ എന്നാണ് എന്ന് ചിലർ ഈ ഭാഗത്തെക്കുറിച്ച് ആക്ഷേപമുന്നയിച്ചിട്ടുണ്ട്. അതിന് ചില പണ്ഡിതന്മാർ നൽകിയ മറുപടി ഇതാണ്: പലതരത്തിലുള്ള അനുഗ്രഹങ്ങളെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ അളാഫൻ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ദിആഫൻ എന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം പല മടങ്ങ് വർദ്ധിപ്പിക്കുമെന്ന് മാത്രമേ ആവുകയുള്ളൂ. എന്നാൽ അളാഫൻ എന്ന പദത്തിലൂടെ അള്ളാഹു അതിനെ വർദ്ധിപ്പിക്കുക മാത്രമല്ല, ആ വർധനവ് പലതരത്തിലും പല വിധത്തിലുമായിരിക്കുമെന്ന് കൂടി സൂചിപ്പിക്കുന്നു. അതിനാൽ വർധനവിൻ്റെ വൈവിധ്യത്തെ വെളിപ്പെടുത്താൻ ദിആഫൻ എന്നതിന് പകരം ബഹുവചന രൂപമായി അളാഫൻ എന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വല്ലാഹു യഖ്ബിദു വയബുസ്തു, ചുരുക്കുകയും ചിലപ്പോൾ വിശാലമാക്കുകയും ചെയ്യും എന്നതിൽ ഒരു കാര്യം സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ മറ്റു സഹോദരങ്ങൾക്ക് കഷ്ടപ്പാടുകൾ വന്നതുപോലെ നിങ്ങൾക്കും വരാം എന്നാണ്. കാരണം പ്രയാസങ്ങളെയും ഐശ്വര്യങ്ങളുടെയും കാലഘട്ടങ്ങൾ മാറിമറിഞ്ഞുകൊണ്ടിരിക്കും. അതിനാൽ അവരെ സഹായിക്കുക എന്നത് നിങ്ങളുടെ പ്രഥമ കടമയാണ്. രണ്ടാമതായി, അള്ളാഹുവിന് കടം കൊടുക്കുക എന്നതിൻ്റെ അർത്ഥമെന്തെന്നാൽ ഈ വാക്കുകളിലൂടെ അള്ളാഹു കൂടുതൽ വിശദീകരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഒരു സുന്നത്ത് ഇതാണ്: അവൻ ആദ്യം തൻ്റെ ദാസന്മാരുടെ സമ്പത്ത് വാങ്ങുകയും പിന്നീട് അതിനെ വർദ്ധിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്നു. അതിനാൽ ഒരു ദാസൻ ത്യാഗം ചെയ്യാത്തിടത്തോളം കാലം യബുസ്തു എന്ന പദം സൂചിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആ പ്രത്യേക അനുഗ്രഹം അവന് ലഭിക്കുകയില്ല. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തുടർച്ച വരും ദിവസങ്ങളിലെ ദർസിൽ കേൾപ്പിക്കുന്നതാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.